ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാനായി എത്തിയിരിക്കുകയാണ് പോലീസ്. അവൻ്റെ ചില സംശയങ്ങൾ പറയുന്നു. മീരയെ ഉദ്ദേശിച്ചാണ് ആ സംശയം പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് മീരയുടെ നേർക്ക് തിരിഞ്ഞു. ഉടൻ ആതിര പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എന്നെ നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. നിങ്ങളുടെ പേര് എന്താണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ മീരയെന്ന് മറുപടി പറഞ്ഞു. അവന്തികയുടെ അരികിലേക്ക് വന്നിട്ട് അവന്തികയുടെ പേര് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. അവന്തികയുടെ പേര് പറഞ്ഞു. അവന്തിക ഇപ്പോൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവന്തികയ്ക്ക് മീരയെ നല്ല സംശയമുണ്ട്. അങ്ങനെ സംശയിക്കത്ത രീതിയിൽ ഉള്ള എന്തെങ്കിലും മീര ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മീര മറുപടി പറയുന്നു, ഇല്ല സർ, ഞാൻ കേക്ക് കഴിച്ച് ഇവരോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മീര ഉത്തരം പറയേ. എന്തെങ്കിലും മീര ചെയ്തിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന് പോലീസ് മീരയോട് ചോദിച്ചപ്പോൾ വളരെ സങ്കടത്തോടെ പേടിച്ച് കൈകൂപ്പിക്കൊണ്ട് മീര പറയുന്നു, സർ, ഇതൊരു സൗഹൃദ സംഭാഷണമാണ്. ഇതല്ലെങ്കിൽ പോലീസിന് വേറെ ഒരു മുറയുണ്ട്. അതിന് മീരയെ നിർബന്ധിക്കരുത് എന്ന് പോലീസ് പറഞ്ഞതും വളരെ ടെൻഷനോടെ മീര ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നു. അർച്ചനയും ടെൻഷനോടെ നിൽക്കുന്നു. സത്യം പറയും മീര, കേക്ക് മാറ്റിവെച്ചത് മീരയല്ലേ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന മീര ചോദിക്കുന്നുണ്ട്, സർ ഏട്ടത്തി എന്ന് ടെൻഷനോടെ അർച്ചനയും പറഞ്ഞപ്പോൾ പോലീസ് അർച്ചനയോട് പറയുന്നു, ഞാൻ ചോദിച്ചത് മീരയോടാണ്. മീരയ്ക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടെങ്കിൽ ഇപ്പോൾ മര്യാദയ്ക്ക് തന്നെ പറയണം എന്ന് പോലീസ് പറഞ്ഞതും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് മീര പറയുന്നു, സർ, എനിക്കൊന്നും അറിയില്ലെങ്കിൽ മീര പൊയ്ക്കോ. ഒന്നും അറിയില്ലെങ്കിൽ മീര ഇവിടെ നിന്ന് കരയണ്ട, പൊയ്ക്കോളാൻ. അങ്ങനെ മീര അങ്ങോട്ടേക്ക് പോകുന്നു. ശേഷം സേതുവിനോട് പോലീസ് പറയുന്നു, വീട്ടിലുള്ള ഒരാൾ സംശയം പറഞ്ഞപ്പോൾ വെറുതെ വിരട്ടി നോക്കിയെന്നേ ഉള്ളൂ സർ. എന്തിനാ അവന്തിക നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോകുന്നത് എന്ന് സേതു അവന്തികയോട് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് ചെറിയൊരു സംശയമുണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. നന്ദനെ പോലീസ് പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പോലീസ് പുറത്തേക്ക് പോകുന്നു. പിറകെ നന്ദനും പോകുന്നു. ശേഷം കാണിക്കുന്നത് അവന്തിക ബെഡ്റൂമിലിരിക്കുകയാണ്, കയ്യിൽ ഫോണും ഉണ്ട്. അനഘ അവിടേക്ക് വരുന്നു. എന്തായി, അയാൾ പോയോ എന്ന് അനഘയോട് അവന്തിക ചോദിച്ചു. ഇപ്പോൾ പോയതേ ഉള്ളൂ ചേച്ചി. ഈ SP നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇയാൾ ഓരോ വാതിലും ചവിട്ടി തുറന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ തന്നെ ആവാനാണ് കൂടുതൽ സാധ്യത. അയാളുടെ ചോദ്യങ്ങൾക്ക് സേതുമാധവൻ പോലും വിയർക്കുന്നത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. ഇത് കേട്ട അവന്തിക പറയുന്നു, ഈ വന്നവന്റെ മഹത്വം പറച്ചിൽ നിർത്ത്. അയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നീ വിറച്ച് അങ്ങോട്ടൊന്നും പോയി പറയാതിരുന്നാൽ മതി. അതിന് ആദ്യം നിന്റെ ഈ കുറ്റവാളി എന്നുള്ള ആ മുഖഭാവം അങ്ങ് മാറ്റ്. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നിൽക്ക്. ഇതിപ്പോൾ നിന്നെ കണ്ടാൽ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തോന്നുമല്ലോ. ഇരിക്കേട്ട് അനഘ പറയുന്നു, ചേച്ചി എന്തിനാ മീരയെ സംശയമുള്ളതുപോലെ സംസാരിച്ചത്? നിനക്കത് ഒരു വിഷമം പോലെ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ നീ അടുത്ത് കടന്ന് അവിടെ ആളായി മാറിയോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, അവരുടെ ആളായത് കൊണ്ടല്ല. മീര എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? അതിന് തെളിവ് വേണ്ടേ? ഇനി ഞാൻ വെറുതെ മീര എന്ന് പറഞ്ഞതേ ഉള്ളൂ. നാളെ ഞാൻ പറയാൻ പോകുന്നത് സാക്ഷാൽ അർച്ചനയെ കുറിച്ചായിരിക്കും. അങ്ങനെ എൻ്റെ ശത്രുക്കൾ ഓരോരുത്തരെയും ഞാൻ സംശയ ദൃഷ്ടിയിൽ നിർത്തും. എന്നിട്ട് തെളിവുകൾ ഉണ്ടാക്കി പ്രതികളാക്കുകയും ചെയ്യും. ചില കഥ നീ കേൾക്കാറില്ലേ, വില്ലത്തിമാർക്ക് എപ്പോഴും വിജയം ഉണ്ടാവുന്ന കഥ? അതുപോലെ ഒരു കഥയാണ് ഇത്. എല്ലാത്തിനും അവസാനം വിജയം അവന്തികയ്ക്ക്. എടി, നീ ഒരു തരത്തിലും പേടിക്കണ്ട. ഈ ഒരു കേസിൽ നീയോ ഞാനോ അകത്ത് പോവില്ല. അതിനല്ലല്ലോ നമ്മൾ ഇത്രയും നാള് ഇതൊക്കെ ചെയ്തത്. അയാൾ ഇനി എവിടെ ചെന്ന് കയറുമെന്ന് അറിയില്ലല്ലോ. പണം കൊടുത്താൽ കൂടെ നിൽക്കുന്ന ആളാണെന്നും തോന്നുന്നില്ല. എനിക്കെന്തോ എല്ലാം അവസാനിക്കാൻ പോകുമെന്ന് ഒരു തോന്നൽ എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഓഹോ, നിനക്ക് അങ്ങനെയൊരു തോന്നലുണ്ടോ? അതൊരു നല്ല തോന്നലല്ലോ. എല്ലാം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നെല്ലിശ്ശേരി സേതുമാധവനും മക്കളും മരിച്ചു എന്നാണ്. നിന്റെ ആ തോന്നൽ നീ ടെൻഷനോടെ അല്ല എന്നോട് പറയേണ്ടത്, സന്തോഷത്തോടെയാണ്. എൻ്റെ അനിയത്തി നോക്കി നിന്നോ ഇനി ഈ ചേച്ചി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഈ സമയം മീരയാണെങ്കിൽ ഡ്രസ്സുകളൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്നു. അർച്ചന മീരയുടെ മുറിയിലേക്ക് വന്നു. എടുത്ത് ഇത് എവിടെ പോകണമെന്ന് അർച്ചന ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് മീര മറുപടി പറയുന്നു, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അർച്ചനെ. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവന്തിക പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായെന്ന്. എന്താണ് അതിനർത്ഥം? ഞാൻ കേക്കിൽ വിഷം ചേർത്ത് എല്ലാവരെയും കൊല്ലാൻ നോക്കിയെന്നല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുമെന്ന്? അർച്ചന പറയുന്നു, ഏട്ടത്തി എന്നല്ല, ആരും അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പക്ഷേ അവന്തിക എന്ന് പറയുന്ന സ്ത്രീ ചിന്തിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏട്ടത്തി ഇപ്പോൾ ഇവിടുന്ന് പോവരുത്. പോണം. ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഇതുപോലെ അവന്തിക എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് കേട്ടു നിൽക്കാൻ സാധിക്കില്ല. ഞാൻ ചിലപ്പോൾ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രതികരിച്ചു എന്ന് വരും എന്ന് മീര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു,
പ്രതികരിക്കണം. അവർ പറയുന്നത് കേട്ട് നമ്മൾ എത്രയും കരയുന്നോ അവർ അത്രയും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഏടത്തേക്ക് മനസ്സറിവില്ലാത്ത ഒരു കാര്യം പറഞ്ഞുണ്ടാക്കുകയും അത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് ഏടത്തേക്ക് മനസ്സിലായോ? മനസ്സിലായി. അവൾക്ക് ഇതിലെന്തോ പങ്കുണ്ട് അല്ലേ എന്ന് മീര ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർച്ചന അതെ എന്ന് മറുപടി പറഞ്ഞു. പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവില്ല. അവന്തികയും അനഘയ്ക്കും കേക്ക് കഴിച്ചത് കൊണ്ട് തന്നെ ആരും അവരെ സംശയിക്കില്ല. ഇതിന്റെ സത്യസന്ധത ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. എന്താണ് ഉണ്ടായെന്ന് ആ പോലീസ് ഓഫീസർ കണ്ടെത്തും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത് കേട്ട് മീര പറയുന്നു, എങ്കിലും ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ ഈ കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന ആളായിട്ടല്ലേ എന്നെ അവർ കരുതോ? ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, എടുത്തി അങ്ങനെയൊന്നും ഇവിടെ ആരും കരുതില്ല. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ കേട്ടത്തിയുടെ വാക്കിനും അഭിപ്രായത്തിനും ഇവിടെ ആരും വില കൊടുക്കില്ല. ഏടത്തി ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് അവന്തികയും അനഘയും ഒഴികെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഏടത്തി ഇപ്പൊ ഇവിടുന്ന് പോവരുത്, അത് നമുക്ക് എതിരാവത്തേ ഉള്ളൂ. ഏടത്തി പോയാൽ കൂട്ടത്തെ ഏടത്തി ആയതുകൊണ്ട് അത് സമ്മതിച്ച് പോകുന്നത് പോലെയാകും. അല്ലെങ്കിൽ അവന്തിക അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കും. അങ്ങനെ നമ്മളോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ആരെങ്കിലും അത് വിശ്വസിച്ചാൽ തന്നെ നമ്മളെ പരാജയപ്പെട്ടതുപോലെയാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏടത്തി ഈ അവസ്ഥയിൽ ഇവിടെ വിട്ട് പോവരുതെന്ന്. എന്ത് വർത്തമാനം കേട്ടാലും ഇവിടെ പിടിച്ചു നിൽക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഏടത്തെ ആരെങ്കിലും ഈ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തിയാൽ എന്നോട് പറയേ, അതിനെ ആര് ചോദ്യം ചെയ്താലും ഉത്തരം ഞാൻ പറഞ്ഞോളാം. പിന്നെ ഇവിടെ നടന്നത് നമ്മുടെ വീട്ടിൽ ആരും അറിയണ്ട. അറിഞ്ഞാൽ അവർ വല്ലാണ്ട് വിഷമിക്കും. അത് മാത്രമല്ല ഏടത്തെ പിന്നെ ഇവിടെ നിർത്തത്തുമില്ല. പഴയതുപോലെ വലിയ പിണക്കത്തിലേക്ക് കാര്യങ്ങൾ പോയെന്നും വരും. എന്തുകൊണ്ടും ഏടത്തെ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാത്തിനും നെല്ലും പതിരും തിരിച്ചിട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഉടനെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കുന്ന ഞാൻ എന്നും അർച്ചന മീരയുടെ കയ്യിൽ പിടിച്ച് പറയുന്നു. അപ്പോഴും മീരയ്ക്ക് കുറച്ച് ആശ്വാസം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ മാഷാണെങ്കിൽ ഇങ്ങനെ ഉമ്മറത്തിരുന്ന് ആലോചിക്കുന്നു. കമല അവിടേക്ക് വരുന്നുണ്ട്. മാഷിനെ കമല കഴിക്കാൻ വിളിക്കുന്നു. അനൂപും കൂടി വരട്ടെ, അവനും കൂടി വന്നിട്ട് കഴിക്കാമെന്ന് മാഷ് പറയുന്നുണ്ട്. മാഷ് അവനെ വിളിച്ചായിരുന്നോ? അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ കമല പറയുന്നുണ്ട്. ഇനി ഇന്റർവ്യൂവിന് കിട്ടിക്കാണുമോ എന്തോ? കിട്ടിക്കാണില്ല, ചിലപ്പോൾ ആ വിഷമത്തിനായിരിക്കും അവനും കൂടെ വരാൻ താമസിക്കുന്നത് എന്ന് കമല പറഞ്ഞ് തീർന്ന ആ സമയത്ത് തന്നെ അനൂപ് സ്കൂട്ടറിൽ അവിടെ എത്തുന്നുണ്ട്. അനൂപ് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഇന്റർവ്യൂവിന് പോയിട്ട് എന്താ എന്ന് കമല ചോദിച്ചു. അനൂപിന്റെ മുഖം കണ്ടപ്പോഴേ കമല പറയുന്നു, കിട്ടിയില്ല അല്ലേ? ഇതിപ്പോ എത്രയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പത്രപരസ്യം കണ്ട് ഓരോരുത്തടുത്ത് കയറി ഇറങ്ങുന്നത്. ആ മേസാമിയാകുമ്പോൾ ജോലിയൊക്കെ കിട്ടും. ഞാൻ മാത്രമല്ല, എത്ര ആളുകളാണെന്നറിയോ ജോലിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നടക്കുന്നത്. ഇതിനെയൊന്നും ആവശ്യം നിനക്കില്ലായിരുന്നല്ലോ. നിന്നെ വിളിച്ചു വരുത്തി അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുത്ത് കയ്യിൽ തന്നതല്ലേ സേതുവേട്ടനും നന്ദിനിയും കൂടി. അപ്പോൾ ഇവന് വേണ്ടാന്ന് പറഞ്ഞു. സഹോദരിമാരുടെ കാരുണ്യത്തിൽ ഒരു ജോലി വേണ്ട എന്നൊരു കാരണവും എന്നെ കമല പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു, അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. പിന്നീട് വലിയൊരു പിണക്കത്തിലേക്ക് ആ ജോലി നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം നിന്റെ മുൻവിധി അല്ലേ അനൂപേ? നീ എന്തിനാ അങ്ങേ അറ്റം വരെ ചിന്തിക്കുന്നത്? നീ അവിടെ നിന്റെ ജോലി കൃത്യസമയത്ത് ചെയ്താൽ പിന്നെ നീ എന്തിനാ പിണങ്ങുന്നത്? നീ ബന്ധവും സ്വന്തവും നോക്കണ്ട, ഒരു മാസ ശമ്പളക്കാരനായി ജോലി ചെയ്താൽ മതി. അപ്പോൾ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. അഭിമാനം ദുരഭിമാനമായാൽ വലിയ പ്രശ്നമാടാ. മൂക്കുമുട്ടക്കടം, വീട്ടിലെ ചെലവ്, ആതിരെ ഇനി 7-ാം മാസം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. മുന്നിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിസ്സാരമല്ലാത്തത്. ഇങ്ങനെ ഇന്റർവ്യൂവിന് കയറി നടന്നിട്ട് എന്നാണ് ഒരു തീരുമാനമുണ്ടാവുന്നത്? ഇത് കേട്ട് കമല പറയുന്നു, ഞാൻ സേതുവേട്ടനോട് പറയാൻ പോവുകയാണ് ഇവന് തന്നെ ഈ ജോലി കൊടുക്കാൻ. അതൊന്നും വേണ്ടമ്മേ, അതൊന്നും ശരിയാവില്ല എന്ന് അനൂപ് പറയുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നീ നിന്റെ മനസ്സിൽ നിന്ന് ആ ദുരഭിമാനം മാറ്റി വെക്കുക അനൂപേ. എന്നിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കേ. ഒരു പെൺകുട്ടി അല്ലേടാ വളർന്നു വരുന്നത്. അവർക്കെന്ന് പറഞ്ഞ് 1 രൂപ സമ്പാദ്യം നിന്റെ കയ്യിലുണ്ടോ? 12 വയസ്സിന് വിവാഹപ്രായം എത്താൻ കണ്ണടച്ച് തുറന്നാൽ മതി. എടാ, ഇനിയും നിന്റെ ഇതുപോലെയുള്ള തെറ്റായ തീരുമാനങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അർച്ചനയുടെയും ആതിരയുടെയും കാര്യത്തിൽ നീ തന്നെ ഓടിയ കാര്യം നിനക്കറിയില്ലേ? എടാ, ആവണിമാരുടെ കാര്യത്തിനെങ്കിലും അത് ഉണ്ടാവാതിരിക്കാനാ ഞങ്ങളീ പറയുന്നത്. അർച്ചനയും ആതിരയും നിന്റെ സഹോദരിമാരെ ആണ് എന്ന് പറഞ്ഞ് നീ ചെയ്യാത്ത ജോലിക്ക് അവർ നിനക്ക് ശമ്പളം തരുമോ? ഇല്ലല്ലോ. അപ്പോൾ എവിടെയാണെങ്കിലും ജോലി ചെയ്യണം. അത് നെല്ലിശ്ശേരിയാണെന്ന് വെച്ച് ആകാശം പിടിഞ്ഞു വീഴത്തൊന്നുമില്ല. മാഷി, നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് ചെന്ന് സേതുവേട്ടനെ കൊണ്ട് സംസാരിച്ചാലോ എന്ന് കമല മാഷിനോട് പറഞ്ഞപ്പോൾ, അല്ലമ്മേ, അത് എനിക്ക് അനൂപ് തടയുന്നുണ്ട്. നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനും മാഷും കൂടി പോയി സംസാരിക്കും. നീ അവരുടെ കമ്പനിയിൽ ജോലിക്ക് പോവുകയും ചെയ്യും. അതെ, ഇനിയും നിന്റെ ഇഷ്ടത്തിന് വിടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഇത്രയും പറഞ്ഞിട്ട് കമല അകത്തേക്ക് പോയി. നീ ഇങ്ങനെ നടന്നു കാണുന്നതിൻ്റെ വിഷമം കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. നമുക്ക് അത്രയേറെ ചിലവുണ്ട് മോനെ. പിന്നെ കടം വാങ്ങിയും ഈശ്വരാനുഗ്രഹവും കൊണ്ടും പട്ടിണിയാവുന്നില്ല എന്ന് മാത്രം. നീ മറ്റെല്ലാം മറന്നേക്ക്. നെല്ലിശ്ശേരി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് മറന്നേക്ക്. നീ ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അത് മാത്രം മതി നിന്റെ ചിന്തയിൽ.
ബാക്കിയെല്ലാം നീ മറന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നീ കുളിച്ചിട്ട് വാ, അത്താഴം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് മാഷി പോയപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് അനൂപ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ രാവിലെ അനക്ക ഇതുവരെ ഉറക്കം ഉണർന്നിട്ടില്ല. മീര അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് വിചാരിക്കുന്നു എൻ്റെ സുഖമായ ജീവിതമെന്ന്. അപ്പോഴാണ് അനക്ക എന്ന് വിളിച്ച് അവന്തിക അവിടെ എത്തിയത്. അനക്ക എവിടെ എന്ന് ചോദിക്കുന്നു. ദേ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നു എന്ന് മീര. എടി അനക്കേ എന്ന് പറഞ്ഞിട്ട് അവന്തിക അനക്കെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ സമയം മീര ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. സൂര്യൻ ഇങ്ങനെ മുകളിൽ വന്നാലും ഈ പെണ്ണുണരില്ല. പെണ്ണോ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ മീര പറയുന്നു, പിന്നല്ലാതെ ആണോ? എനിക്ക് സംശയമുണ്ട് ഇവൾ പെണ്ണ് തന്നെയാണോ എന്ന്. ആണുങ്ങളെ പോലെയാണ് ചില സമയത്ത് അനിയത്തിയുടെ സ്വഭാവം. ഇത് കേട്ടതും പെട്ടെന്ന് അവന്തിക ഉണർന്നു. നീ എൻ്റെ അനിയത്തിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട എന്ന് അവന്തിക പറഞ്ഞപ്പോൾ മീര പറയുന്നു, ഈ കിടക്കുന്ന പെണ്ണിന്റെ സ്വഭാവം എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കുമില്ല. അതുകൊണ്ടായിരിക്കും ഭർത്താവിന്റെ സഹോദരിയുമായി ചേർന്ന് കേക്കിൽ വിഷം കൊടുത്ത് എല്ലാവരെയും കൊല്ലാൻ നോക്കിയത് എന്ന് അവന്തിക മീരയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ മീര ഇങ്ങനെ ദേഷ്യത്തോടെ അവന്തികയെ നോക്കുന്നുണ്ട്. അവന്തിക വീണ്ടും പറയുന്നു, എനിക്കറിയാം അർച്ചനയും നീയും ചേർന്നാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ഞാനത് തെളിയിച്ചു തരാം. നീ തെളിയിക്കേ. ഇനി ഞാനൊരു സത്യം പറയാം. ഞാനും അർച്ചനയും ആദ്രയും ചേർന്നാണ് ഇതൊക്കെ ചെയ്തത്. അത് ഇവിടെയുള്ളവരെ അപകടപ്പെടുത്താനല്ല, നിനക്കും നിന്റെ അനിയത്തിക്കും പണി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. പറ്റുമെങ്കിൽ നീ തെളിയിക്കാം അവന്തികെ. തെളിഞ്ഞു വരുമ്പോൾ അറിയാം ആരാണ് പ്രതിസ്ഥാനത്തെന്ന്. അർച്ചന എന്നോട് പറഞ്ഞു ഈ വീട്ടിൽ ഇത്രയും ക്രൂരത കാണിക്കാൻ ഒരാൾക്കേ പറ്റുമെന്ന്. അതാരാണെന്നും അതറിയാൻ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നെ മീര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, നീയൊക്കെ ഇതല്ല ഇതിനപ്പുറവും പറയും. ഒരു കാര്യം ചെയ്താൽ ചെയ്തു എന്ന് തൻ്റെ അടുത്തോടെ പറയാനും ചെയ്യാത്ത കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനും സമർത്ഥരാണല്ലോ വൃന്ദാവനക്കാര്. അതിപ്പോൾ നെല്ലിശ്ശേരിക്കാരും പുറകിലൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ സച്ചി വീട്ടിൽ കടത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതും ആ പൈസ അടിച്ചു മാറ്റാൻ ശ്രമിച്ചതും. അങ്ങനെയുള്ള തറവേലകൾ എന്തായാലും ഞങ്ങൾ ചെയ്യില്ല. ദേ അനിയത്തെ വിളിക്കാൻ വന്നതാണെങ്കിൽ വിളിച്ചോണ്ട് പോണം. അല്ലാതെ എൻ്റെ വാ തുറപ്പിച്ചാൽ ഞാൻ പിന്നെ എല്ലാം പറഞ്ഞിട്ടേ നിർത്തോ. അത് ചിലപ്പോൾ അവന്തികയ്ക്ക് വല്ലാത്ത ക്ഷീണമുണ്ടാക്കും. ഇത് കേട്ട് അവന്തിക പറയുന്നു, ഈ വീടിനകത്ത് വന്ന് നിന്ന് എന്നെ പേടിപ്പിക്കണോ നീ? എൻ്റെ മുന്നിൽ നിന്ന് ഒരു പരിധിക്കപ്പുറം നാവഴിച്ചു വിട്ടാൽ ഉണ്ടല്ലോ കൂടും കുടുക്കയും എടുത്ത് ദേ ചവിട്ടി ഇറക്കും നിന്നെ ഞാൻ. മീര പറയുന്നു, അതിനു മാത്രം അവന്തിക മൂത്തിട്ടില്ല. അങ്ങനെ നീ പറഞ്ഞു എന്ന് കരുതി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനും പോകുന്നില്ല. പറയേണ്ടവർ പറയട്ടെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. വഴിയെ പോകുന്നവരാരും എന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനും വരണ്ട എടി എന്ന് പറഞ്ഞ് അവന്തിക മീരയെ അടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവന്തികയെന്ന് നന്ദൻ വിളിച്ചിട്ട് അവിടേക്ക് വന്നു. പെട്ടെന്ന് ആ കൈ താഴ്ത്തിയിടുകയാണ് അവന്തിക. ആഹാ, ഇവിടെ എന്താ പരിപാടി എന്ന് നന്ദൻ ചോദിക്കുന്നു. നാടകത്തിന്റെ റിഹേഴ്സലോ മറ്റോ ആണോ? എന്താ മീര എന്താ എന്ന് നന്ദൻ ചോദിക്കുകയാണ്. ഇത് കേട്ട് മീര പറയുന്നു, അനഘയെ വിളിക്കാൻ എന്ന് പറഞ്ഞ് അവന്തിക ഇവിടെ കയറി വന്നു. ഞാനും അർച്ചനയുമാണ് കേക്കിൽ വിഷം ചേർത്തത് എന്നും എൻ്റെ കുടുംബത്തെ കുറ്റം പറയുകയും ചെയ്തപ്പോൾ ഞാനും തിരിച്ചു പറഞ്ഞു. അപ്പോൾ എന്നോട് ഇറങ്ങിപ്പോവാൻ പറയുന്നു. ഓഹോ, ഇറങ്ങിപ്പോവാനും പറഞ്ഞോ? അതിന് ആരാ ഇവിടത്തെ? ഞാനൊരു കാര്യം മീരയോട് പറയാം. മീരയ്ക്ക് ഈ വീട്ടിലുള്ള അവകാശം ദേ ഇവൾക്കില്ല. ഇവൾക്ക് മാത്രമല്ല ദേ ഇവക്കും ഇല്ലെന്ന് അനഘയെ ചൂണ്ടിക്കാട്ടി പറയുന്നു. അതുകൊണ്ട് പേടിപ്പിക്കാനും മാനസികമായി തളർത്താനും ഇവളിങ്ങനെ പലതും പറയും. നമ്മൾ മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട. ഇനി നിന്നോട് ഞാൻ ചിലത് പറയാം എന്ന് അവന്തികയോട് നന്ദൻ പറയുന്നു. ഈ വീട്ടിൽ വരുന്നവരെ ഭരിക്കാനും അവരുടെ തോളത്ത് ചവിട്ടി നിയന്ത്രിക്കാനും നീ മെനക്കെടണ്ട. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ മാത്രം നിനക്കെന്താ യോഗ്യത? നീ ഈ വീട്ടിൽ എത്ര നാൾ കാണുമെന്ന് നിനക്കറിയില്ല. നീയാണോ മീര ഇറക്കി വിടാൻ പോകുന്നത്? ദേ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നീയും ദേ ഈ സാധനവും മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കി ഇവിടെ ജീവിക്കണമെന്ന്. അതിന് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോണം. ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. മീരെ സംസാരിക്കുമ്പോൾ പരിധി വിടുന്ന വർത്തമാനം പറഞ്ഞാൽ നിനക്കും തിരിച്ചു പറയാം. ഈ വീട്ടിൽ അങ്ങനെ ആർക്കും മുകളിലല്ല ആരും. പിന്നെ അടിക്കാനും ചവിട്ടാനും വന്നു നിന്നാൽ നിന്നെ കൊള്ളാൻ മീര ഇവിടുത്തെ അടിമയൊന്നും അല്ലല്ലോ. ആരായാലും നമ്മുടെ ദേഹം നോവിക്കാനുള്ള അവകാശം നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് മീരയ്ക്ക് മനസ്സിലായോ? ഇത് കേട്ട് മീര പറയുന്നു, മനസ്സിലായി നന്ദേട്ടാ, ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം എന്നൊരു പുഞ്ചിരിയോടെയാണ് മീര പറയുന്നത്. എന്നാ പിന്നെ മീര പൊയ്ക്കോളൂ എന്ന് നന്ദൻ. അങ്ങനെ മീര അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോടെ അനഘയിരിക്കുന്നു. ദേഷ്യത്തോടെ അവന്തികയും. നന്ദൻ അവരോട് പറയുന്നു, നിന്നെ പോലെ പത്രാസില്ല എന്നേ ഉള്ളൂ. ആത്മാഭിമാനമുള്ളവരാ അവരൊക്കെ. അതുകൊണ്ട് അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് വെറുതെ അടി വാങ്ങാൻ നിൽക്കണ്ട. എൻ്റെ ഭാര്യ എന്ന ലേബൽ കൊണ്ട് അതിൻ്റെ നാണക്കേട് നിന്നേക്കാൾ എനിക്കാണ്. എന്നാലും എൻ്റെ വിനയനങ്ങളെ വല്ലാത്തൊരു ചതിയായി പോയി എന്ന് പറഞ്ഞിട്ട് നന്ദൻ അവിടെ നിന്ന് പോകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.